ഹലോ, ക്ലിയർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ക്ലിയർ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് സൺഡേ. നിങ്ങളാരും നമ്മളെ കളിയാക്കരുത് കേട്ടോ. നിങ്ങളാരും കയ്യിൽ പിടിച്ചിട്ടാണ് ഫോണ് നിങ്ങളെടുക്കാതെ പറയുന്ന. വെറുതെ അടുക്കളയിൽ വന്നപ്പോൾ വീഡിയോ എടുക്കാമെന്ന് കരുതി. ക്ലിയർ ഉണ്ടോ? അപ്പോൾ ഇപ്പം സമയം 11 മണി. ഞാൻ ഉറക്കം എണീറ്റ് 10 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് കേട്ടോ. 10 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ്. സൺഡേ ഞാൻ പറഞ്ഞല്ലോ, അവധി ദിവസങ്ങളിലൊക്കെ ഉറക്കം എൻ്റെ വീക്ക്നെസ്സാണ്. ഇപ്പോഴും പറയുന്നു, എപ്പോഴും പറയുന്നു, ഉറക്കമെന്നു പറഞ്ഞാൽ എൻ്റെ വീക്ക്നെസ്സാണ്. കാരണം എന്താ? രാത്രി ഉറങ്ങുന്നത് 12 മണിക്ക് 1 മണിക്ക്. അതിനാണ് ഇവിടെ എൻ്റെ ചേട്ടായി ഞാനും കൂടെ വഴക്ക് കൂടുന്ന കാര്യം അതാണ്. ചേട്ടായിക്ക് സമയത്ത് ഫുഡ് കഴിക്കണം, സമയത്ത് കിടന്ന് ഉറങ്ങണം. പുള്ളി അങ്ങനെയൊക്കെ കൃത്യനിഷ്ഠ നോക്കുന്ന ഒരാളാണ് കേട്ടോ. ഞാൻ നേരെ അതിന് വിപരീതമാണ്. ഞാനും എൻ്റെ മക്കളും. പുള്ളിയുടെ നല്ല സ്വഭാവമൊന്നും നമുക്കില്ല കേട്ടോ. പുള്ളിക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുക, കറക്റ്റ് സമയത്ത് ഉറങ്ങുക, കറക്റ്റ് സമയത്ത് കൃത്യനിഷ്ഠമായിട്ടുള്ള ജോലികൾ ചെയ്യുക, എല്ലാം പക്കയുടെ നേരെ തിരിച്ച പക്കയാണ് ഞാൻ. ചേരുംപടി ആരും ചേർക്കത്തില്ല കേട്ടോ. ചേരുംപടി ചേർത്താൽ പിന്നെ നാട് നന്നായിപ്പോവും. ചേട്ടൻ്റെ നേരെ വിപരീതമാണ് ഞാൻ. അപ്പം ഞാൻ ഉറക്കമെന്ന് പറയാൻ എൻ്റെ വീക്ക്നെസ്. രാത്രി ഉറങ്ങുന്ന 12-1 മണിക്ക്. അപ്പം ജോലിക്ക് പോകാത്ത ദിവസം കിടന്ന് ഉറങ്ങിയെന്ന് വേണ്ട നമ്മുടെ ജോലിക്കൊന്നും പെൻഡിങ് വരില്ല കേട്ടോ. അടുക്കള പണിയൊക്കെ ടക അരമണിക്കൂർ കൊണ്ട് കിടുകിടാന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യും. അടുക്കള പണിയൊക്കെ അരമണിക്കൂർ നമ്മൾ കിടുകിട ചെയ്യും. അപ്പം ഞാൻ 10 മണിയായപ്പോൾ ചേട്ടൻ പോയി കേട്ടോ ജോലിക്ക്. നമ്മൾ പറഞ്ഞില്ല, ഒരു ദിവസം പാചകം ചെയ്ത് നമ്മൾ പിറ്റേന്ന് എടുക്കും. രാവിലെ എണീറ്റ് ഒരു അരമണിക്കൂർ മതിയെന്നേ. അരമണിക്കൂർ വേണ്ട. ഇരിക്കണേനൊക്കെ ഒന്ന് ചൂടാക്കി പറക്കി റെഡിയാക്കി ചേട്ടനെയൊക്കെ പറഞ്ഞ് വിട്ടിട്ട് വീണ്ടും ചേട്ടൻ ഒരു 6:30 ആകുമ്പോൾ പോവും. 6:30 ആകുമ്പോൾ ചേട്ടൻ പോവും. വീണ്ടും കിടന്ന് ഉറങ്ങി എണീറ്റു നിൽക്കുന്നുണ്ട്. അപ്പം കയ്യും കഴിക്കുന്നുണ്ട് കേട്ടോ. ഫോണ് കയ്യിൽ പിടിച്ചിട്ട് കഥ പറയുന്ന കയ്യും കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും എനിക്ക് അന്നേരം ഞാൻ ചായ ഇട്ടില്ല കേട്ടോ. എനിക്ക് ചായ ഇട്ട് ഞാൻ ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ചായയും കുടിച്ചിട്ട് 11 മണി 10 മണിയെ ഉറക്കം എണീറ്റപ്പോൾ കേട്ടോ. 10 മണിയല്ല, 9:30 ആയപ്പോൾ കണ്ണ് തുറന്ന് എണീറ്റു. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഫോൺ കോള് ഒക്കെ വന്ന് കിടന്നു. അപ്പോൾ ഒരു മോളെ വിളിച്ച് കുറച്ചൊക്കെ സംസാരിക്കണമായിരുന്നു. അങ്ങനെ സംസാരിച്ചു. എല്ലാം കഴിഞ്ഞ് കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. ചായ കുടിക്കണം. ചായ കുടിച്ചതിന് ശേഷം അതാണ് ശീലം. വായൊക്കെ കഴുകി വന്നു കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് ഇനി ആരും നമ്മളെ മോശമൊന്നും പറയരുത്. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്ന് ചായ ചൂടാക്കി എടുക്കാൻ വന്നപ്പോഴാണ് പിന്നെ വിചാരിച്ചൊരു വീഡിയോ ആയിക്കോട്ടെ. എന്നും ബ്യൂട്ടി ടിപ്പൊക്കെയല്ലേ കാണുന്ന ഇടയ്ക്ക് ഇങ്ങനെയാകാം. എന്നും ബ്യൂട്ടി ടിപ്പ് കണ്ട് നിങ്ങളാരും സുന്ദരി ആവണ്ട. ഞാനും സുന്ദരി ആവണ്ട. എന്നും ബ്യൂട്ടി ടിപ്പ് ചെയ്താൽ ഞാൻ സുന്ദരിയായി പോകും. സൗന്ദര്യം അധികം പാടില്ല. ആരെങ്കിലും വയസ്സാം കാലത്ത് അടിച്ചോണ്ട് പോയാലോ. വല്ല പാച്ച് വർക്കും ചെയ്യാൻ വയസ്സാം കാലത്ത് ആരെങ്കിലും അടിച്ചോണ്ട് പോയാലോ. അതുകൊണ്ട് എന്നും ബ്യൂട്ടി ടിപ്പ് ചെയ്യണ്ട. ഇടയ്ക്ക് നമ്മളെ അടുക്കള വിശേഷവും കാണാം. അപ്പം ഞാൻ ചായ ചൂടാക്കി എടുത്ത് കുടിക്കാൻ വന്നപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. ചായ കുടിച്ചിട്ട് എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കി കഴിച്ചിട്ട് കുറച്ച് നേരം ലൈവ് ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കാം. നമുക്കിന്ന് പാചകമൊന്നും ചെയ്യണ്ട. ഇന്നലത്തെ കറിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ചായ കൂടുതലായിപ്പോയോ, നമ്മുടെ ക്ലാസ്സിനേക്കാൾ ഓവറായിപ്പോയി തോന്നുന്നു. അപ്പം ഞാൻ ചായ കുടിക്കട്ടെ. കഥ പറഞ്ഞ് ചായ കുടിക്കണം. എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കണം, കഴിക്കണം. എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ കാണിച്ച് തരാം. നിങ്ങളെ കാണിച്ചുകൊണ്ട് ഞാൻ കഴിക്കത്തുള്ളൂ. അപ്പോൾ ചായ ചൂടാക്കി ചായ കുടിക്കാൻ പോകണം. ചായ കുടിക്കാൻ പോകാം. പുറത്തിരുന്ന് ചായ കുടിക്കാൻ. മഴയൊക്കെ പെയ്തു, വെയിലാണ്. പുറത്തിരുന്ന് ചായ കുടിക്കാൻ വിചാരിച്ചാൽ വെയിലായ സമയത്ത് എല്ലാവരും ഉച്ചയൂണ് കഴിക്കാൻ സമയത്ത് ചായ കുടിക്കുന്ന ഒരേ ഒരാൾ ഞാനാണ്. നിങ്ങളൊക്കെ മോശം പറഞ്ഞാൽ നെവർ മൈൻഡ്. പോസിറ്റീവ് പറയുന്നവരും കാണും, നെഗറ്റീവ് പറയുന്നവരും കാണും. പോസിറ്റീവ് പറയുന്നവർ പോസിറ്റീവ് പറയട്ടെ, നെഗറ്റീവ് പറയുന്നവർ നെഗറ്റീവ് പറയട്ടെ. എന്തായാലും ഞാനൊന്ന് ചായ കുടിക്കാൻ പോകുന്നു. ചായ കുടിച്ചിട്ട് കുറച്ച് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കി. നമ്മൾ ഫുഡ് സമയത്തൊക്കെ കഴിക്കണമെന്ന് പറയുന്നുണ്ട്. നമുക്ക് കൃത്യനിഷ്ഠയും ഒന്നുമില്ല. ജനങ്ങളെ
കൃത്യനിഷ്ഠയൊന്നുമില്ലാത്തൊരു എപ്പോഴും നമ്മളെ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെയാണ്. അപ്പം ഞാൻ വെട്ടമില്ല കേട്ടോ. അപ്പം നമ്മുടെ ഇന്ന് ക്ലിയർ ഇല്ല. അകത്ത് കയറിയപ്പോൾ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല, ക്ലിയർ ഇല്ല. അപ്പോൾ എന്നാൽ ഞാൻ ചായ കുടിക്കട്ടെ. ചായ കുടിച്ചിട്ട് അടുത്ത എന്തെങ്കിലും വിശേഷം കാണിക്കാൻ പറ്റണേ കാണിക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് വീട്ടിൽ ടിപ്പൊന്നുമല്ല, നമ്മുടെ കുഞ്ഞു സൺഡേയിലെ ഒരു കുഞ്ഞു ദിവസം. സൺഡേ ഇന്ന് എത്രാം തീയതിയാണാവും? ഇന്ന് മെയ് മാസം 25-ാം തീയതിയിലെ സൺഡേയിലെ ഒരു കുഞ്ഞു വിശേഷം. അപ്പോൾ ചേച്ചി ചായ കുടിച്ചിട്ട് കാപ്പി ഉണ്ടാക്കണമെങ്കിൽ കാണിക്കാം. ഓക്കെ. ചായ കുടിയൊക്കെ കഴിഞ്ഞ് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. പുട്ടുകട അടുപ്പിരിപ്പുണ്ട്. പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നു. ഇന്നലെ നമ്മൾ വാഴയ്ക്കപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, വാഴയ്ക്കപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദാ മാവ് വാങ്ങി. എനിക്ക് മൈദാ മാവിലെ പുട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മൈദാ മാവിലെ പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിന്ന് കരുതി മൈദാ മാവ് പുട്ടുണ്ടാക്കാമെന്ന് കരുതി പുട്ടുണ്ടാക്കാൻ വന്ന് നനച്ച് വെച്ചേക്കണം. സമയം കഴിഞ്ഞാൽ ഉണ്ടല്ലോ കട്ട പിടിക്കും. സമയം കഴിഞ്ഞാൽ കട്ട പിടിക്കും. അപ്പോൾ ഞാനത് വാരിയിടട്ടെ. വേറെ പാത്രമൊന്നും മെനക്കെട്ടില്ല, ചായ പാത്രത്തിൽ തന്നെ വിരവി മാവ്. അപ്പോൾ പുട്ടുണ്ടാക്കിയതിന് ശേഷം കാണാം. മൈദാ മാവ് പുട്ടൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇന്നലത്തെ ചിക്കൻ കറി ഇച്ചിരി എടുത്തിട്ടുണ്ട്. ഒരു ചിക്കൻ വറുത്തതും എടുത്തിട്ടുണ്ട്, ഒരു പീസ് ചിക്കൻ വറുത്തത്. മീൻ വറുത്തതൊന്നും എത്ര കൊളസ്ട്രോൾ കൂടിയാലും നമ്മൾ വിട്ടുപിടിക്കാൻ മാട്ടേ. പോരാത്തതിന് ഒരു പിടിക്കപ്പ് കട്ടൻ വിട്ടെടുത്തിട്ടുണ്ട്. എല്ലാവരും ഉച്ച ഊണ് കഴിക്കാൻ സമയത്താണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. എല്ലാവരും ഉച്ച ഊണ് കഴിക്കാൻ സമയത്താണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി വന്നു. മൈദാ മാവ് ഇന്നലെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയുന്നത് ചിലപ്പോൾ ചിലർക്ക് എപ്പോഴെപ്പോഴും പറയുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടാവും. വാഴയ്ക്കപ്പം ഉണ്ടാക്കിയ മൈദാ മാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൈദാപ്പുട്ട്. അപ്പോൾ മൈദാപ്പുട്ട് അവിച്ചെടുത്തിട്ടുണ്ട്. ഒരു പിടിക്കപ്പ് തേയില ഇട്ടെടുത്തിട്ടുണ്ട്. മൈദാപ്പുട്ടും കാണാൻ പറ്റത്തില്ല. മൈദാപ്പുട്ട്, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി. അപ്പോൾ എന്ന് ഞാൻ കഴിക്കുന്നത് വീഡിയോ എടുക്കുന്നില്ല. ചിലപ്പോൾ ഇത് കഴിച്ചായിരിക്കും എൻ്റെ ലൈവ്. അതാണ് കഴിക്കുന്നത് കാണിക്കാത്ത. ഇതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. ഓക്കെ. അടുത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ നോക്കട്ടെ.